രണ്ട് ചോദ്യങ്ങൾ കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, സ്വരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ സ്വരാജ് പറയുന്നുണ്ട്, എൻ്റെ പേര് സ്വരാജ് മുരളീധരൻ നായർ എന്നാണ്. ഞാൻ ആ മുരളീധരൻ നായർ എന്ന പേര് വെട്ടുകയാണ്, വാല് വെട്ടുകയാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് മനുഷ്യപക്ഷത്ത് നിൽക്കാൻ വേണ്ടിയാണെന്നാണ്. അതെനിക്ക് മനസ്സിലായില്ല. നായരായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ, ബ്രാഹ്മണനായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ, മുസ്ലിമായാൽ, ക്രിസ്ത്യാനിയായാൽ, ബുദ്ധനായാൽ, ജൈനനായാൽ, ഹിന്ദുവായാൽ മനുഷ്യപക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നാ. മലയാളിക്ക് പരിചിതനായ ഒരു വിപ്ലവകാരിയുണ്ട്, ഒരു നവോത്ഥാന നായകനുണ്ട്, മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ഒരു നായർ ആണ് എന്ന് മാത്രമല്ല, നായർ സമുദായത്തിൻ്റെ അസ്തിത്വം ഉണ്ടാക്കിയെടുത്തത്, അവർക്ക് വ്യക്തിത്വം ഉണ്ടാക്കി കൊടുത്ത പോരാളിയാണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ഈഴവ സമുദായത്തിന് അസ്തിത്വം ഉണ്ടാക്കി കൊടുത്ത. വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സിദ്ദി സാഹിബ്, ഡോക്ടർ പൽപു, അങ്ങനെ ഒരുപാട് പേർ അവനവൻ്റെ ഐഡന്റിറ്റിയിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ. ഇനി സ്വരാജിനെ അറിയുമോ? സ്വരാജിന്റെ തന്നെ ഒരു നേതാവുണ്ട്, പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് വെച്ചാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. വീട്ടിന്റെ പേരും കൂടി മൂപ്പര് കൂടെ കൊണ്ടു നടന്നിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ? അദ്ദേഹം മനുഷ്യനായിരുന്നില്ലേ? സ്വരാജ് ഏത് ലോകത്തായി ജീവിക്കുന്നത്? വേടന്റെ പാട്ടുകൾക്ക് നൃത്തം ചുവട്ടുന്ന പുതിയ തലമുറയാണ് നമ്മുടെ കുട്ടികൾ. വേടന്റെ അസ്തിത്വത്തിൽ നിൽക്കുന്നയാളാണ്. തൻ്റെ ശ്രീലങ്കക്കാരിയായ അമ്മയെക്കുറിച്ച് വേടൻ പാടും. കാലം ഇതാണ് സ്വരാജ്. അവനവൻ്റെ ഐഡന്റിറ്റിയിൽ ഉറച്ചു നിന്ന് വേണം. നിങ്ങൾ ഹിന്ദുവായാലെന്ത്, മുസ്ലിം ആയാലെന്ത്, ക്രിസ്ത്യാനി ആയാലെന്ത്, മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനാവണം. ഇനി ഞാൻ സ്വരാജിനോട് ചോദിക്കട്ടെ, ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്തായിരുന്നു? 19 വയസ്സുള്ള ഷുക്കൂറിനെ അറുത്തു മുറിച്ചു കൊല്ലുമ്പോ സ്വരാജ് നിങ്ങൾ ഏതു പക്ഷത്തായിരുന്നു? കൃപേഷിനെ, ശരത്ലാലിനെ, ഷുഐബിനെ, അസ്ലമിനെ കൊല്ലുമ്പോ നിങ്ങൾ ഏതു പക്ഷത്തായിരുന്നു? അപ്പോഴല്ലേ മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടത്? അപ്പോഴല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾ അവിടെ നിന്നിരുന്നോ? എൻ്റെ സ്വരാജ്, നിങ്ങൾ ഈ പൂളമ്പാടത്തല്ലേ ജീവിച്ചത്? ആ പൂളമ്പാടത്ത് ഒരു ചാണ്ടിയുണ്ട്, കുടിയേറ്റക്കാരനായ ചാണ്ടി, കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ സ്വരാജിന്റെ കമ്മ്യൂണിസം അല്ല, നക്സലൈറ്റ് ആണ്. ആ പൂളമ്പാടത്തെ ചാണ്ടിയെ ആ വയലിലിട്ട് CPM-കാർ വെട്ടി നുറുക്കുമ്പോ സ്വരാജ് നിങ്ങൾ ഏത് മനുഷ്യപക്ഷത്താണ് ഉണ്ടായിരുന്നത്? ഇപ്പോഴാ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകനോട് മാപ്പ് പറയുമോ? ഇവിടെ മത്സരിക്കാൻ